നേരത്തെ ഉണ്ടായിരുന്നൊരു കാമുകൻ ഉണ്ടായിരുന്നു. ആ കാമുകൻ ഒരു വർഷത്തിന് മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇവർ കല്യാണം എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവസാനം വന്നപ്പോൾ ഈ കൊച്ചു പറയണത് എന്താ അറിയാം, വിട്ടുപോവാം. പ്രേതാണ് പറയുന്നത് കേട്ടോ, ഉള്ള കാമുകനാണ് പറയുന്നത് എന്നോട്. ഒന്ന് തട്ടി ഒരു ചോദ്യം ചെവിയിൽ ഞാൻ ശരിക്കും കേൾക്കുകയാണ്, ഞാനെന്താ ചെയ്യേണ്ടത്? ഈ ഫ്രണ്ട്ഷിപ്പ് വലിയ തലവേദന തന്നെയാണ്. ഈ അസമയത്ത് ഇരുന്നുള്ള ചാറ്റിങ്ങും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഹസ്ബൻഡിനെ കെയർ ചെയ്യില്ലെന്നോ സ്നേഹിക്കുന്നില്ല എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. അതൊന്നും അല്ല ഞാൻ മീൻ ചെയ്തത്. പ്രയോറിറ്റി ഓഫ് കോഴ്സ്, കാരണം കുഞ്ഞിനല്ലേ പ്രയോറിറ്റി കൊടുക്കുക ഏത് വീട്ടിലും. കുഞ്ഞൊന്ന് കരഞ്ഞാൽ ഓടിച്ചെല്ലും. ഞാനിവിടെ കാല് വേടിച്ചിട്ട് വൈകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ബാം എടുത്തിട്ട് പറയും. ശരിയല്ലേ? അതെ. അപ്പോൾ അതിനോട് ഞാൻ മനസ്സിൽ വിചാരിക്കാം, ഇപ്പം എന്നെ വേണ്ടാണ്ടായി എന്ന് ഞാൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങായി അല്ലേ? ഇത് ഇങ്ങനെ മനസ്സിലിട്ട് പിന്നീട് അങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മുഴുവൻ ഞാൻ ആ കണ്ണിക്കൂടെ അല്ലേ. പിന്നെ ഞാൻ കാണുന്ന എല്ലാ കാര്യങ്ങളും ആ കണ്ണിക്കൂടെയാ. കറി ഉണ്ടാക്കി അവൾ നല്ല കറി അവന് വേറെ കൊടുത്തു, എനിക്ക് തന്നത് ഇങ്ങനത്തെ രണ്ടാമത്തെ ഇതായിപ്പോയി. അല്ലെങ്കിൽ ഞാനുള്ളത് വെള്ളം ചോദിച്ചു അവൾ കൊണ്ടു തന്നില്ല, അവനിതേ ചോദിക്കാതെ തന്നെ വെള്ളം കൊണ്ടു കൊടുത്തു. ഇങ്ങനെ കാണുന്നതെല്ലാം നമ്മൾ അവളെ ബ്ലെയിം ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളായിട്ട് കാണും. മനസ്സിലായില്ലേ? അവിടെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഫ്രണ്ട്ഷിപ്പ് വലിയ തലവേദന തന്നെയാണ്. ഈ അസമയത്ത് ഇരുന്നുള്ള ചാറ്റിങ്ങും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചാറ്റിങ് പ്രശ്നം തന്നെയാണ്. അത് ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ചെയ്യുന്നത് ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. സോ ബെറ്റർ ടു അവോയ്ഡ് ദാറ്റ്. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചോ. ഓഫീസിൽ പോകുന്ന നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. You can go to the coffee bar, you can have a cup of tea, you can go to an ice cream bar, have the best ice cream, no problem. അതിലൊന്നും ഒരാളും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെയും ഇവളോട് തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. അല്ല, ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ അർത്ഥതലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ അർത്ഥതലങ്ങൾ മാറിയതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായില്ലേ? നമ്മൾ വേണ്ടത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറഞ്ഞ അമ്മച്ചിയുടെ സഹനശക്തിയും എല്ലാം ഇതിനകത്തും വരും. ഈ റിലേഷൻഷിപ്പിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? റിലേഷൻഷിപ്പിനാണ് നിങ്ങൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ പറയും മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്, എൻ്റർടൈൻമെൻറ്റ് നമുക്ക് മുഖ്യം, നമുക്ക് അതാണ് മുഖ്യം, ഇതാണ് മുഖ്യം, ഇതൊക്കെ പറയും. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഫാമിലി തന്നെയാണ് മുഖ്യം. നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി തന്നെയാണ് മുഖ്യം. കാരണം അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമാണോ പുറത്തു വന്നാൽ കാണിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ലല്ലോ. അല്ല. എന്തുകൊണ്ട്? ബിക്കോസ് യു ഫീൽ ഓൾ ഫ്രീഡം ഓവർ ദെയർ. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കാൻ പറ്റുമോ അവിടെ? പുറത്തൊരു പോലീസുകാരൻ വിളിച്ചിട്ട് നിങ്ങളോട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. പിന്നെ ഭക്ഷണം, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിട്ടുന്ന ഒരു ഭക്ഷണം നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടില്ല. ശരിയാണ്, ടേസ്റ്റ് രണ്ടാണ്. മിക്കവാറും ആൾക്കാർക്ക് ഹോട്ടൽ ഫുഡിനോടുള്ള താല്പര്യം എന്താണെങ്കിൽ ആ ടേസ്റ്റ് അതാണ് നല്ലതെന്നുള്ളതാണ്. അവനത് കഴുകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിക്കൻ വാങ്ങിച്ച് കഴിക്കുന്നു, ആ ചിക്കൻ കഴുകിയിട്ടും കൂടി ഉണ്ടാവില്ല. അവൻ മനസ്സറിയുന്നവൻ അത് കഴിക്കാൻ പറ്റില്ല. പറ്റുമോ? ചിന്തിക്കുന്നവന് അത് കഴിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ നിങ്ങളുടെ വൈഫോ അമ്മയോ ആരാണെങ്കിലും അവരൊരു 3 വട്ടെങ്കിലും അത് മിനിമം കഴുകി വളരെയധികം ക്ലീൻ ചെയ്ത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരാൾ ഇപ്പം നിങ്ങളൊരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടൊരു സാധനം ഉണ്ടാക്കുക. അതേ സാധനം ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. കാരണം അതിനകത്ത് ഞാൻ എൻ്റെ സ്നേഹം കൂടെ ചേർക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന സാധനം അങ്ങനെയാണ്, കുറച്ച് സ്നേഹം കൂടെ അതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ എന്താണെങ്കിലും അതിന് ടേസ്റ്റ് കൂടും. സാറ് ഹിപ്നോട്ടിസം ചെയ്യുമ്പം ഈ പേഴ്സണാലിറ്റി ചേഞ്ചുള്ള ഒരുപാട് പേരെ സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാകും. ഈ പേഴ്സണാലിറ്റി ചേഞ്ചുമായിട്ട് വരുന്ന എല്ലാ ആളുകളും അതൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ, അതോ അതൊരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ബാധാദോഷം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? നോക്കൂ, ഇത് വരുന്ന ആൾക്കാർ വരുന്ന 2 മാറ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസിനെ
വെച്ചുകൊണ്ട് അവർ മറച്ചു വയ്ക്കുന്ന ഒരു ഇതായിട്ട് കാണാം നമുക്ക്, അവരുടെ ഒരു രീതിയായിട്ട് കാണാം നമുക്ക്. രണ്ടാമത്തെ ഒരു 2 to 5% എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പല മാറ്റേഴ്സിലും. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തേക്കുള്ള, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അനുഭവങ്ങൾക്കും എല്ലാം അപ്പുറത്താണ്. ഓരോന്നിനും ഓരോ തരം അനുഭവമാണ്. സൈക്കോളജിക്കൽ മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കടമുള്ളൊരു വ്യക്തി, ഒരു ലേഡി ആവാം, പുരുഷനാവാം, ആരായിക്കോട്ടെ, അവർ അതിൽ നിന്നൊരു എസ്കേപ്പിസം എന്ന് പറയില്ല നമ്മൾ, അതിനു വേണ്ടി അവർ ചിലപ്പോൾ ദൈവമാവാം, അവർ ചിലപ്പോൾ വേറെ പ്രേതമാവാം, എന്ത് വേണമെങ്കിൽ ആവാം. അത് അവരറിയാതെ തന്നെ ആവുന്നതായിരിക്കും, അറിഞ്ഞുകൊണ്ടും ആവാം. എൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നു. ഒരു പെൺകുട്ടിയാണ്, പുള്ളിക്കാരത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സ്റ്റാഫെല്ലാം ഓടിപ്പോയി ഇതിനെ ഇളക്കം കണ്ടിട്ട്, ഓളിയും ബഹളവും കരച്ചിലും ആകെ പ്രശ്നമാക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റാഫെല്ലാം ഓഫീസ് വിട്ട് ഓടിപ്പോയി. അത്രയും വയലൻ്റ് ആയിരുന്നു. വയലൻ്റ് എന്ന് മാത്രമല്ല, സൗണ്ട് ഉണ്ടാക്കലും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു. വളരെ നോർമലായിട്ടാണ് വന്നത്. അത് കുറച്ച് സമയത്തിനുള്ളിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കാൻ തുടങ്ങി. ചോദിച്ചു വന്നപ്പോൾ ഇവളുടെ നേരത്തെ ഉണ്ടായിരുന്നൊരു കാമുകൻ ഉണ്ടായിരുന്നു. ആ കാമുകൻ ഒരു വർഷത്തിന് മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇവർ കല്യാണം, എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ കാമുകൻ മരിച്ചുപോയി. അതിൻ്റെ പ്രേതം ഇവളുടെ മേലെ കയറി വന്നിരിക്കും. അങ്ങനെ നമ്മൾ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ നമ്മൾ കേൾക്കുക, പിന്നെ നമുക്കറിയാനുള്ള കാര്യങ്ങൾ സൂത്രത്തിക്കോട് ചോദിച്ച് മനസ്സിലാക്കുക. അവസാനം വന്നപ്പോൾ ഈ കൊച്ചു പറയണത് എന്താ അറിയോ, വിട്ടുപോവാം. പ്രേതാണ് പറയുന്നത് കേട്ടോ, ഇവളുടെ കാമുകനാണ് പറയുന്നത് എന്നോട്, വിട്ടുപോവാം, ഇവളെ നിങ്ങൾ നല്ലൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അവളൊരു നിലയ്ക്കും ആരും വിഷമിപ്പിക്കരുത്, പൊന്നു പോലെ നോക്കണം. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ആ പേഴ്സണാലിറ്റി ഞാൻ മാറ്റിയെടുത്ത് ഇതാക്കി. ഇതിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ എന്താണ് കാര്യം എന്നുള്ളത്? ആ കുട്ടിക്ക് ആ ഒരു കെയറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കല്യാണം വേറെ വേണം, അത് നല്ല കല്യാണം വീട്ടുകാരാലോചിച്ച് നടത്തണം. മനസ്സിലായോ? അതിന് കണ്ടെത്തിയൊരു വഴിയാണ് കാമുകൻ്റെ പ്രേതം കയറിയത്. ഇപ്പോൾ കൊച്ചു BSNL ജോലി ചെയ്യുന്നുണ്ട്, വളരെ സുഖമായിട്ട്. കല്യാണം കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതൊരു തോന്നലായിരിക്കാം. തോന്നലല്ല, ഞാൻ പറഞ്ഞില്ല, അതൊരു എസ്കേപ്പിസം സ്വന്തം മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അവർ പോലും അറിയാതൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പ്രാക്ടിക്കൽ സെഷൻ നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു പെൺകുട്ടി ചാടിയം കഴിഞ്ഞിട്ടു, എന്നിട്ട് ബഹളം തുടങ്ങി. ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഏതോ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കാവൽ ദേവിയാണ്. നമ്മൾ കൂടുതൽ ചോദിച്ചു എൻ്റെ ഗുരുനാഥനുണ്ടായിരുന്നു, അദ്ദേഹം ചോദിച്ചു വന്നപ്പോൾ ഒരു കുന്ന് കടണ്ട്, തീർത്താ കടണ്ട്. വീട്ടിൽ ദിവസം ഈ കടം ചോദിച്ച ആൾക്കാർ എത്തുകയാണ്. അവിടെ ദേവി ഇരിക്കുമ്പോൾ പിന്നെ കടം ചോദിച്ച ആൾക്കാർ വരുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിൽ പെടുത്താം. അതല്ലാത്ത കേസുണ്ട്. അതെങ്ങനെയാണ്? അതെ, കോട്ടയത്തു നിന്നൊരു ഡോക്ടർ വന്നു, ആയുർവേദിക് ഡോക്ടറാണ്, ഒരു പെൺകുട്ടിയാണ്. ഒരു ബാധയുണ്ട് അവർക്ക്, നാഗങ്ങളുടെ ശല്യമുണ്ട് പറഞ്ഞിട്ട് ഈ 2 ശല്യവും വന്നിങ്ങോട്ട് പറയാണ്. അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ 2 ശല്യങ്ങളുണ്ട്, അതൊന്ന് തീർക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും വെച്ചിട്ട് 2 ദിവസം 2-3 പ്രാവശ്യം വെച്ച് ഞാൻ ഹിപ്നോസിസിൽ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്തു. എനിക്കറിയാവുന്ന എല്ലാ മെത്തേഡും ഉപയോഗിച്ചു, പോകുന്നില്ല. പിന്നത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൂജ ചെയ്തേ പറ്റൂ. പൂജ ചെയ്യുന്നത് ഞാൻ വിചാരിച്ച ഒരു പൂജ ചെയ്യാം, എന്തായാലും എനിക്കറിയാം. പൂജാകർമ്മങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയാം, ചെയ്യാം, പഠിച്ചിട്ടുണ്ട്. വലിയ ഇതിലൊന്നും പഠിച്ചിട്ടില്ല, അവിടെ ചെറുതോതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ചെയ്ത് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പം തുടങ്ങി എനിക്ക് പെയിൻ, ചെസ്റ്റിൽ നെഞ്ചുവേദന, ഇന്നും ഉണ്ടാവും വേദന. എന്തുകൊണ്ടായിരിക്കും? അത് ഒന്ന് എനിക്ക് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുവരെ എനിക്കൊരു വേദന ഉണ്ടായിരുന്നില്ല. ഈ പൂജ ചെയ്ത് ഞാൻ സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നുമില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പൂജകൾ ചെയ്യുന്നത്. മന്ത്രം വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ജപമാല പിടിച്ചുകൊണ്ട് നമ്മൾ മന്ത്രം വിട്ടുകൊണ്ടിരിക്കുക.
പക്ഷേ എവറി ആക്ഷൻ ഹാസ് ഗോട്ട് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അവിടുന്ന് ഒഴിവാക്കാം. ആ ഒഴിവാക്കണത് വെറുതെ പോവില്ല, നമുക്ക് അടി തന്നെ പോവുള്ളൂ. അവിടെ ശത്രു ഞാനാ, ആയിരിക്കുന്ന കുട്ടിയല്ല ശത്രു, ഞാനാണ് അടി കിട്ടി. അതെൻ്റെ അനുഭവമുണ്ട്. പിന്നെ ഇതുപോലെ വേറൊരു കേസിൽ ഞാൻ ഒഴിവാക്കി വിട്ടിട്ട് ഞാൻ വൈകുന്നേരം റൂമിലിരിക്കുകയായിരുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തായിരുന്നു ഒരു ടച്ച് എൻ്റെ പുറത്ത്. ഐ ഫീൽ ഇറ്റ്. എൻ്റെ തോന്നലാവാം, ഞാൻ അല്ലാന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ പുറത്തൊരു ഒരു തട്ട്. സാധാരണ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ വടക്കുന്നാഥിൽ പോയി ഒരു പൈസയും ഇതും കൂടെ ഞാൻ അവിടെ ഇട്ടിട്ട് പോയി. അവിടെ കുറച്ച് നേരം ഇരിക്കും. ഞാനിത് അവിടുന്ന് എൻ്റെ മേലെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ കൂടിക്കോട്ടെ എന്നുള്ള അതാണ് സങ്കല്പം. വടക്കുന്നാഥ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമ്പലമാണ്, അപ്പോൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് സങ്കല്പം. അത് കൊടുത്താൽ എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമാവുള്ളൂ, അല്ലെങ്കിൽ ആർക്കും പേടിയാണ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് വരാറുണ്ട്. അന്ന് പോയില്ല, കാരണം ഇത് കഴിഞ്ഞപ്പോൾ രാത്രി 7 ഞാൻ കണ്ടായി. പിന്നെ പോയില്ല. ഒന്ന് തട്ടി ഒരു ചോദ്യം ചെവിയിൽ ഞാൻ ശരിക്കും കേൾക്കാണ്, ഞാനെന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഒരു ഹലൂസിനേഷൻ ആണോ അതോ? എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അനുഭവമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടിയ അനുഭവമാണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചു.